കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കഥയാണ് പറയുന്നത്. സ്വന്തം മക്കൾക്ക് വേണ്ടി 1,00,000-ൽ പരം രൂപ ചെലവഴിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു കഥ. അതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്, അല്ല നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒന്ന് കണ്ടു നോക്കിയിട്ട് വന്നേ. പത്തനംതിട്ട ജില്ലയിൽ കൂടൽ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമാണ്. ഈ വിമാനം ഉണ്ടാക്കാനുള്ള ഒരേ ഒരു കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എനിക്ക് ഹീറോ ആകുക എന്നുള്ളതാണ്. ഒരു അച്ഛനും മകനും ഒരു യൂട്യൂബറെ കാണാൻ പോയി. യൂട്യൂബറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ യൂട്യൂബർ പറഞ്ഞു ഇപ്പം കാണാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. അപ്പം മകൻ കരഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മകനെ നീ കരയണ്ട, നിൻ്റെ ജീവിതത്തിലെ ഇനിയുള്ള ജീവിതത്തിലെ അടുത്ത യൂട്യൂബർ ഞാനാണെന്ന് മകനോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ആ പറഞ്ഞ മകനെയും അച്ഛനെയും കുടുംബത്തെയും നമുക്ക് കാണാം. അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അവരാണ് ഈ ഇരിക്കുന്നത്, ബൈജു ചേട്ടനും ഫാമിലിയും. ഇവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് ബൈജു. ഇതേതാ സ്ഥലം? ഇത് പത്തനംതിട്ട ജില്ലയിൽ കൂടൽ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിമാനം ഉണ്ടാക്കാൻ താങ്കളെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞാൽ. വിമാനം ഉണ്ടാക്കാനുള്ള ഒരേ ഒരു കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എനിക്ക് ഹീറോ ആകുക എന്നുള്ളതാണ്. എനിക്ക് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എനിക്ക് സ്വയം ഹീറോ ആകുക എന്നുള്ളതല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഹീറോയെ വേണം. അതായത് യൂട്യൂബർമാരെ പോലെയുള്ള വലിയ വലിയ പ്രശസ്തരായ ആൾക്കാരെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ഒരു യൂട്യൂബറെ കാണാൻ പോകുന്നു. ആ മുറ്റത്ത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി ഇറങ്ങി വരുന്നു. ആ ചേച്ചിയോട് ഞങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ യൂട്യൂബറെ ഞങ്ങൾക്കൊന്ന് കാണണം. പക്ഷേ ആ ചേച്ചി പറഞ്ഞ് കാണാൻ യാതൊരു നിർവാഹവും ഇല്ല. അദ്ദേഹം ഷൂട്ടിങ്ങിലാണ്, അദ്ദേഹം ലൈവിലാണ്, അദ്ദേഹം ബിസിയാണ്, അങ്ങനെ കുറേ ഉപാധികളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി, എന്നിട്ട് ഞങ്ങളങ്ങ് പോയേക്കാം. അപ്പോഴും സമ്മതിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, എന്നിട്ടും സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു നമുക്ക് വാ മക്കളെ, ഇനി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ വരാൻ തുടങ്ങി. അപ്പോഴും അവിടെ എന്നെ അവർ പിടിച്ചു നിർത്തി, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നടക്കുമായിരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് ഞാൻ റോഡിൽ വന്നിറങ്ങി വണ്ടിയിൽ കയറാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഇവർ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കാരണം യൂട്യൂബറെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒറ്റ കാരണം. അത്രയ്ക്ക് ഇഷ്ടമാണ് യൂട്യൂബർമാരെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. കാരണം എപ്പോഴും അവർ യൂട്യൂബാണല്ലോ, എല്ലാ കുട്ടികളും എന്നതുപോലെ തന്നെ എൻ്റെ കുട്ടികളും കാണുന്നത് എപ്പോഴും യൂട്യൂബാണ്. അങ്ങനെ യൂട്യൂബ് കണ്ട് യൂട്യൂബർ എന്നുള്ള ഒരു സംഭവം അവരുടെ ഉള്ളിൽ കയറിപ്പോയി. യൂട്യൂബറിനേക്കാൾ വലുതായിട്ട് അവർക്ക് ആരും ഇല്ല എന്നൊരു ചിന്തയിലേക്ക് അവരങ്ങ് ആയിപ്പോയി. അങ്ങനെയാണ് ഞാൻ ഇവിടെ പോകുന്നതും. ആ നിരാശയോടെ ഞങ്ങൾ ഇറങ്ങി വന്ന് റോഡിൽ വെച്ച് പോരാൻ തുടങ്ങുന്ന സമയത്താണ് ഇവർ കരയാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കരച്ചിൽ കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ കരയണ്ട, നിങ്ങളുടെ യൂട്യൂബർ ഇനി ഞാനാണ്. അതാണ് ഈ ഫ്ലൈറ്റിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ രീതിയും ഇതിൻ്റെ ആ മൊത്തത്തിലുള്ള ഒരു വിഷ്വൽ നമുക്ക് ഒന്ന് കാണാം. പുള്ളി ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും എങ്ങനെയായിരുന്നു. എന്തായാലും ഇത് വന്യായ ഒരു ലുക്ക് ഒരു ഫ്ലൈറ്റാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഒറിജിനൽ ലെവല്. മിക്കവാറും ഈ പുള്ളിയെ എമിറേറ്റ്സുകാർ കൊണ്ടുപോകുന്നു തോന്നുന്നു. ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ക്വയർ ട്യൂബുകൾ, സ്ക്വയർ പൈപ്പ്, അതേപോലെ പ്ലേറ്റ്, ACP ഷീറ്റ്, അതേപോലെ നെറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇത് മെറ്റൽ ഷീറ്റാണ്. ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. സ്ക്രൂ വെച്ചാണ് ഈ ഷീറ്റൊക്കെ നമ്മൾ ഇതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ സ്ക്വയർ ട്യൂബൊക്കെ തമ്മിൽ വെൽഡ് ചെയ്താണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ റൗണ്ട് ആക്കി നമ്മൾ എടുത്ത ഒരു 9 പൈപ്പ് ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ മേപ്പോട്ടിരിക്കുന്ന ചിറകിൽ എയർ ഫ്രാങ്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ രഹസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഞാൻ കൈപ്പിച്ചിരിക്കുന്ന ഈ ഭാഗം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇതിനകത്ത് നെറ്റ് 2 തരത്തിലുള്ള നെറ്റുകളുണ്ട്. അതിനകത്താണ് മെറ്റീരിയൽ, വേറെ സ്ക്വയർ പൈപ്പുകളും കുറേയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മളിത് 18 ദിവസം കൊണ്ട് നമ്മളിത് പൂർത്തിയാക്കി പണി. 18 ദിവസം എന്ന് പറയുമ്പോൾ കൂടുതൽ സമയങ്ങൾ നമ്മൾ രാത്രിയിലാണ് പണിഞ്ഞിട്ടുള്ളത്.
പകൽ എനിക്ക് ജോലിയുണ്ട്, ആ ജോലിക്ക് പോകും. പകൽ സമയം ഞാൻ പണിഞ്ഞിട്ടുണ്ട്, പക്ഷേ കൂടുതലും സമയം എടുത്തിരിക്കുന്നത് രാത്രിയാണ്. കട്ടയ്ക്ക് എനിക്ക് ഫാമിലി ഫുൾ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു രാത്രിയിൽ, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. പിന്നെ അതേപോലെ ഇതിന് 500 കിലോ വെയിറ്റ് ഉണ്ട്, 35 അടി നീളമുണ്ട്. അങ്ങനെ വലിയൊരു ഭീമാകാരമായ ഒരു ഫ്ലൈറ്റ് എന്ന് തന്നെ വേണം നമുക്കിതിനെ പറയാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്നൊക്കെയുള്ള വ്യൂ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഫ്ലൈറ്റ് കിടക്കുന്ന പോലെ തന്നെ ഇരിക്കും. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സ്ഥലം എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ഷെഡാണ്. ഈ വർക്ക്ഷോപ്പിലിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ഇതിൻ്റെ മൂലയോട് മൂല വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയത്. പകുതിയായപ്പോഴത്തേക്കും നമുക്ക് പണിയാനൊക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. കാരണം ഫ്ലൈറ്റ് നീളം കൂടുതലായിരുന്നു. പിന്നെ അത് കട്ട് ചെയ്ത് രണ്ടാക്കി 1 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ അത് നമ്മൾ നിർമ്മിക്കുകയാണ് ചെയ്തത്. കാരണം എവിടെയൊക്കെ കൊണ്ടുവെക്കാനും അത് പ്രയാസമില്ലാത്ത രീതിയിൽ കൊണ്ടുവെക്കണമല്ലോ, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ സൃഷ്ടിച്ചത്. അതാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു വിവരണം. ചേട്ടനെ ഈ പ്ലെയിൻ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ഇത് അടുത്ത് കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞു? അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ദുബൈയിൽ 10-12 വർഷത്തോളം ഞാൻ ദുബൈയിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റൊക്കെ അടുത്ത് ഒരുപാട് കാണാനിടയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. അതൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് ഞാനിത് സൃഷ്ടിച്ചെടുത്തത്. അതുതന്നെയല്ല, പൈപ്പ് ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, ഫാബ്രിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന എന്തും, തടി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഫാബ്രിക്കേഷൻ ചെയ്യാവുന്ന ഇതുണ്ടല്ലോ, അത് ഏത് വിധത്തിലുള്ള വർക്കായാലും, റൂഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റെയർ ആയിക്കോട്ടെ, സോപാനമായിക്കോട്ടെ, ഗേറ്റ് ആയിക്കോട്ടെ, ഗ്രില്ലായിക്കോട്ടെ, എന്ത് വർക്കും ഈ വർക്ക്ഷോപ്പിൽ വെച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ചെയ്യാനും അറിയാം. അതുകൊണ്ട് ഫാബ്രിക്കേഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഏത് വർക്കും ഡ്രോയിങ് തന്നു കഴിഞ്ഞാൽ ആ ഡ്രോയിങ് പ്രകാരം നമുക്ക് ചെയ്ത് കൊടുക്കാൻ അറിയാവുന്ന ഒരു രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു ഫ്ലൈറ്റോ അല്ലെങ്കിൽ റോക്കറ്റോ അല്ലെങ്കിൽ ടൈറ്റാനിക് എന്ന് പറയുന്ന ഷിപ്പോ ഒന്നും ഒരു പ്രശ്നമല്ല, എന്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചേട്ടൻ ബേസിക്കലി ഒരു സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്ററാണ്. ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അതെ, സ്ട്രക്ചറും പൈപ്പും രണ്ടും ചെയ്യും. എത്ര വർഷം ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട്? എനിക്ക് 12 വർഷം ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ദുബൈയിലാണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഈ ഫ്ലൈറ്റ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ സഹായിച്ചത് ആരൊക്കെയാണ്? എൻ്റെ വൈഫും 2 കുഞ്ഞുങ്ങളുമാണ് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് രാത്രി 12 മണി വരെയൊക്കെ എൻ്റെ കൂടെ നിന്ന്. ഏതാണ്ട് രാത്രി 12 മണി വരെ. ചേട്ടാ, ഇനിയിപ്പം അടുത്ത നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും? ഇപ്പം വലിയൊരു ടീം വിളിക്കുവാണല്ലേ, ഇപ്പം നിങ്ങളെ ഇപ്പം സപ്പോസ് ഒരു ഈ പ്ലെയിൻ്റെ മാതൃകയിലുള്ള ചെറിയ പ്ലെയിനോ അല്ലെ ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാബ്രിക്കേഷൻ വർക്കുകളിൽ നിങ്ങൾ അഗ്രഗണ്യനാണെന്ന് മനസ്സിലായി. നിങ്ങൾ എവിടെ വിളിച്ചാൽ എന്ത് വർക്കുകളും ചെയ്യും, ഏതൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു? അതായത് വലിയ റിസോർട്ടുകളും അതേപോലെ വലിയ പാർക്കുകളോ വലിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വലിയ ഫ്ലൈറ്റ് ചെയ്യണമെങ്കിൽ ഫ്ലൈറ്റോ, അതല്ല എങ്കിൽ ഷിപ്പ് വേണമെങ്കിൽ ഷിപ്പോ, അതല്ല എങ്കിൽ ഹെലികോപ്റ്റർ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഇരിക്കുന്ന ഒറിജിനാലിറ്റി തന്നെ ഉണ്ടാക്കി നമ്മൾ കൊടുക്കും. അല്ലാതെ അതുണ്ടാക്കുമ്പോൾ ഇതാവുകയോ ഇതുണ്ടാക്കുമ്പോൾ അതാവുകയോ ചെയ്യുന്ന പരിപാടിയൊന്നും ചെയ്യത്തില്ല. കറക്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കേട്ടല്ലോ, നമ്മുടെ ബൈജു ചേട്ടൻ വെറും ഒരു തമാശയ്ക്ക് തുടങ്ങിയതല്ല, വളരെ സീരിയസ് ആയിട്ട് പുള്ളി സ്ട്രക്ചറൽ ഫാബ്രിക്കേഷനിൽ അഗ്രഗണ്യനാണ്. പുള്ളി വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. പുള്ളി ഇതൊരു തമാശയായിട്ട് ഉണ്ടാക്കിയതല്ല, തമാശയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. പുള്ളിയുടെ ഉള്ളിലുള്ള കഴിവിനെ പുള്ളി വെളിയിലെടുത്തിട്ടു, അത്രയേ ഉള്ളൂ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിലും വലിയ പണി ചെയ്യുന്ന ആളാണ് പുള്ളി. അപ്പം പുള്ളിയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്ത് വർക്കിനും പുള്ളി വരുന്നതായിരിക്കും. ചേട്ടാ, ഇതിൻ്റെ നിർമ്മാണ കോസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എത്രയെന്ന്? ഇത് മെറ്റീരിയൽ ചാർജ് മാത്രം നമുക്ക് 65,000 രൂപ ചിലവായിട്ടുണ്ട്. പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ ആൾക്കാരെ വിളിക്കുകയും വണ്ടി വിളിക്കുകയൊക്കെ ചെയ്തു. നമുക്കതെല്ലാം കൂടെ കൂട്ടി ഒരു 70,000 രൂപ ഇതിന് ചിലവായിട്ടുണ്ട് നമുക്ക്. അപ്പം 70,000 രൂപ മെറ്റീരിയൽ ആയെന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. അപ്പോൾ പണിയുടെ കൂലി, ലേബർ എന്നെ തോന്നിട്ടില്ലല്ലോ? ലേബർ ചാർജ് ഉൾപ്പെടെ നമ്മൾ ഇതിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ 1,20,000 രൂപ വരെ നമുക്കിടാം. കാരണം 10-18 ദിവസം നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറേ സമയം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഇതേ പറഞ്ഞാൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1,20,000 രൂപ വരെ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. കാരണം നല്ലൊരു സമയം ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് പണിയാൻ വേണ്ടി. അല്ല, ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കാനേ ഈ വളയ്ക്കാനൊക്കെ കൊണ്ട് വെളിയിലല്ലേ കൊണ്ട്? അതെ അതെ അതെ. അതിനൊക്കെ ട്രാൻസ്പോർട്ടിങ് ചാർജ് അവിടെ കൊടുത്ത ചാർജ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ പോയി കൊണ്ടുവന്ന ആ ലേബർ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ചാർജ് ആണ്. 1,00,000 രൂപ പുറത്താവും. പിന്നെ തീർച്ചയായിട്ടും.
അപ്പോൾ നമുക്ക് ഇനി അറിയാനുള്ളതേ, ഇപ്പോൾ ഇതെവിടെയെങ്കിലും എക്സിബിഷന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തിച്ച് എക്സിബിഷൻ ചെയ്യുമോ, അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഇവിടെ എക്സിബിഷൻ കൊണ്ടുപോകും? തീർച്ചയായിട്ടും നമുക്ക് എത്തിക്കാൻ പറ്റും. എത്തിച്ച് നമുക്ക് അത് കാഴ്ചയ്ക്ക് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വാടക നമ്മൾ അതെ. അതേപോലെ ഇപ്പം പല സ്കൂളിൽ നിന്നും വിളിച്ചിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് കാണിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ കൊണ്ടുവരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഓണറുടെ വീട് ഫ്ലൈറ്റ് ഓടിച്ചിട്ടുണ്ടേ. ഇവിടെ ഇരുന്നായിരിക്കും കൂടി ചിന്തിച്ചില്ലേ ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ. താരം കേട്ടോ, മറ്റേ താരം ഇവിടെ ഇരിപ്പുണ്ട്. ഇതായിരിക്കുന്നു നമ്മുടെ ഫാമിലി. മേജണ്ണ എന്തോ പറയാനുള്ളത് എൻ്റെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്തോ പറയാനുള്ളത്? ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ പുതിയ ഒരു എൻട്രിയാണ് ഞങ്ങളുടേത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളോട് ഒരു ദയ കാണിച്ച് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പറഞ്ഞു പ്രിയതമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇത് തന്നെ പറയാനുള്ളൂ. അല്ലേ, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ അല്ലേ? എന്താ മോന് പറയാനുള്ളത്? ഞാൻ ഇവിടെ ബ്ലോഗിങ് നടന്നുകൊണ്ടിരിക്കുവോ? പറഞ്ഞു. എന്താ സപ്പോർട്ട് ചെയ്യണമെന്നോ? ആണല്ലേ. മറ്റേ നമുക്ക് യൂട്യൂബറെ ഒന്നുകൂടെ കാണാൻ പോണ്ടേ? എന്നാ കാണാൻ പോന്നേ? നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് വളർന്നിട്ട് നമുക്ക് കാണാൻ പോകണം കേട്ടോ. ഇതാരാ പറഞ്ഞേ? കമന്റ് ചെയ്യണ്ടേ? പറ, കമന്റ് ചെയ്യണോ? മോളുടെ പേരെന്തോ? മോളെ സ്കൂളിലാണ് പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നല്ലല്ലോ പഠിക്കുവോ? മോൻ എത്ര സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്? മേരി മാതാ. ഏതാ, പത്തനംതിട്ടയാണോ? ഇതിപ്പോ ഫുൾ ടൈം ബ്ലോഗിങ് ആണോ? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പൊ മേരിക്കുട്ടി അമ്മേ, മകന്റെ ഈ ഒരു വർക്കിനെ കുറിച്ച് മേരിക്കുട്ടി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അവന് ചെറുപ്പം തൊട്ടേ മാജിക്കാരനായിരുന്നു. അത് ഓണത്തിന് ഭയങ്കര പരിപാടിയിൽ ഇവനായിരുന്നു മെയിനായിട്ട് അവിടെ നടത്തി കാണിക്കുന്നത്. എല്ലാവർക്കും അന്നേ ഇവന് സ്കൂളിലൊക്കെ വിളിച്ചിട്ടുണ്ട് മാജിക് കാണിക്കാൻ. അങ്ങനെ പണ്ടേ മാജിക്കുകാരനായിരുന്നു. അതേ പിന്നെ പ്രത്യേകിച്ച് പിന്നെ അവന് ഗൾഫിലങ്ങ് പോയി, പിന്നെ വന്ന് വീണ്ടും ഓരോ പരിപാടി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു ഉദ്ദേശിച്ചതേ അല്ല. എന്നാലും കോടികൾ മുടക്കാതെ ഏതായാലും ഒരു പ്ലെയിൻ എന്റെ മുറ്റത്ത് വന്നു. ആൾക്കാർ ധാരാളമായി കാണാൻ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ടോ? വരണം, ഇന്നലെ ഇന്നൊക്കെ വരണം എന്ന് പറഞ്ഞ് ഇരുന്നു. പക്ഷെ വന്നില്ല, മഴ കൊണ്ട്. ചാനലുകാർ വരുന്നുണ്ടോ? ചാനലുകാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. വേറെ എന്തൊക്കെ പുള്ളിക്ക് കഴിവുണ്ടായിരുന്നത്? മാജിക്കിന്റെ ഉണ്ടായിരുന്നു. എന്താ കണ്ടാലും അവന് അത് ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടായിരുന്നു. ഏത് കളികൾക്കും ഏത് കാര്യത്തിനും ഇവൻ മുന്നേ എടുത്തിയാണ്. അപ്പൊ എന്ത് കണ്ടാലും അതിന്റെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ചെറുപ്പം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മകന്റെ ഈ ഒരു ഉദ്യമത്തില് അഭിമാനിക്കുന്നുണ്ടല്ലേ? ഈ നാട് മുഴുവൻ, ഈ കേരളം മുഴുവൻ മൊത്തം പിന്നെ മകനെ അറിയപ്പെട്ടു കേട്ടോ ഈ ഒരൊറ്റ കാര്യത്തിൽ. സന്തോഷമുണ്ടോ? പത്നി സുമിക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പിന്നെ ബൈച്ചാൻ ഉണ്ടാക്കുമെന്ന് അറിയാമായിരുന്നോ? പുള്ളിക്ക് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടോ?
ഇല്ല, ഇങ്ങനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ ഇത്ര ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. ചെറുതായിട്ട് ആദ്യമൊക്കെ തുടങ്ങിയപ്പം ഇത് നടക്കുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പം പറഞ്ഞ് ഞാൻ ശരിയാക്കും, ഞാൻ ഉണ്ടാക്കും, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാ. പിന്നെ അത് ഉണ്ടാക്കി പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പം എനിക്ക് ബോധ്യം വന്നു ഇത് ഉണ്ടാക്കും, നല്ലത് ചെയ്യുമെന്നൊക്കെ. അപ്പൊ കൂടെ ഹെൽപ്പ് ചെയ്തോ? ആ ചെയ്തു. ആ എല്ലാരും ഹെൽപ്പ് ചെയ്തല്ലേ? ആ ചെയ്തു. ആ അപ്പം ഇപ്പൊ എന്താണ് തോന്നുന്നത്? ഇതിപ്പോ ഉണ്ടാക്കി വെച്ചത് ആൾക്കാരൊക്കെ വന്നു കാണാൻ വരുന്നു, ഒരുപാട് ചാനലുകാർ വരുന്നു. ഇപ്പൊ എന്താ തോന്നുന്നത്? നല്ല സന്തോഷം തോന്നുന്നു. ആ ഭർത്താവിനോടുള്ള ഒരു അഭിമാനം തോന്നുന്നുണ്ടല്ലേ? ആ കണ്ടല്ലോ, കുട്ടികളാണ് എപ്പോഴും മൊബൈൽ ഫോണിൽ ലയിച്ചിരിക്കുന്ന കുട്ടികളാണ്. ചിലർക്ക് ഗെയിം കളിക്കാം, ചിലർ യൂട്യൂബ് കാണാം, ചിലർ സിനിമ കാണാം. പക്ഷേ ഈ കുട്ടികൾക്ക് യൂട്യൂബ് കണ്ടിട്ട് ഒരു യൂട്യൂബറിനോട് അതിയായ സ്നേഹം തോന്നി അദ്ദേഹത്തെ കാണണമെന്നും പറഞ്ഞ് ആ പിതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം സമ്മതിച്ചു, കുട്ടികൾ കരഞ്ഞു. അങ്ങനെ ആ പിതാവാണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, ഇനി നിങ്ങളുടെ ഹീറോ ഞാനായിരിക്കും, നിങ്ങളുടെ യൂട്യൂബർ ഞാനായിരിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിൽ വന്ന 1,00,000 രൂപ 1,00,000 കൂടുതൽ രൂപ മുടക്കി ഒരു വലിയ ഫ്ലൈറ്റ് പണിത് അങ്ങനെ അവർ യൂട്യൂബിലേക്ക് ചുവട് വെച്ച് കയറിയത്. എങ്കിലും വല്ലാത്തൊരു ദുഃഖം തോന്നി. പക്ഷേ അതിനേക്കാളും സന്തോഷം തോന്നി അവരുടെ എഫോർട്ട്. നിങ്ങൾ നോക്കിക്കൂ, അവർ ഉയരങ്ങളിലെത്തും. അവരിവിടെ അങ്ങ് നിൽക്കേണ്ടവരല്ല. അവർ യൂട്യൂബിൽ വലിയ ബൃഹത്തായ വീഡിയോകൾ കൊണ്ടുവന്ന് നമ്മളെ ഞെട്ടിപ്പിക്കും. നമുക്ക് കാത്തിരിക്കാം.